My name is Mujib Greenlives. I'm an Indian Institute of Management certified business coach, mentor of CareDisc and Kerala Startup Mission. I work with growth-minded, ambitious, dedicated business owners and entrepreneurs. I help them to shift their business from people-driven to system-driven so that they can run their business on autopilot by enjoying financial freedom, time freedom, and brand growth. That's all. ഞാൻ കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു 15 years ആയിട്ട് ഓൺട്രപ്രണേഴ്സിന് സ്മോൾ മീഡിയം ഓൺട്രപ്രണേഴ്സിന് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ ഒരു ഇൻഡിവിജ്വൽ ഡ്രിവൺ കമ്പനീനെ ഒരു പീപ്പിൾ ഡ്രിവൺ കമ്പനീനെ സിസ്റ്റം ഡ്രിവൺ ആക്കി അതിനൊരു ഓട്ടോ പൈലറ്റ് ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യാൻ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെ അവർ ആഗ്രഹിക്കുന്ന ഫൈനാൻഷ്യൽ ഫ്രീഡവും ടൈം ഫ്രീഡവും ബ്രാൻഡ് ഗ്രോത്തും ബിസിനസ്സുകാർക്ക് എൻജോയ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എൻ്റെ സോഷ്യൽ ഗോൾ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു മൈറ്റി വായ് എൻ്റെ ഒരു ബിഗ് ഹൈറി ഒഡീഷ്യസ് ഗോൾ എന്ന് പറഞ്ഞാൽ വേൾഡ്സ് നമ്പർ 1 അല്ലെങ്കിൽ ബെസ്റ്റ് ബിസിനസ് കോച്ച് ആവുക എന്നുള്ളതാണ്. അതിൻ്റെ യാത്രയിലാണ്. ഇപ്പോൾ ഈ വർഷത്തെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ കേരളാസ് നമ്പർ 1 ബിസിനസ് കോച്ച് അല്ലെങ്കിൽ മെൻറ്റർ കോർപ്പറേറ്റ് ട്രെയിനർ എന്നുള്ള രീതിയിലൊക്കെയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സോഷ്യൽ ഗോൾ എന്ന് പറഞ്ഞാൽ 1000-ഓളം സംരംഭകരെ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ മൈൻഡ് സെറ്റ് ട്രാൻസ്ഫോം ചെയ്ത് ഒരു ബില്യണിയർ മൈൻഡ് സെറ്റ്, റിച്ച് മൈൻഡ് സെറ്റ്, ഒരു കിങ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കി കൊടുത്ത് അവരുടെ പേഴ്സണൽ ലൈഫിനെയും അതിലൂടെ ആ മൈൻഡ് സെറ്റ് ഉണ്ടാക്കി ഒരു വിഷൻ സെറ്റ് ചെയ്ത് വിഷൻ സെറ്റ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ അവർക്ക് മൈൻഡ് സെറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നോർമലി എന്ത് ചെയ്യാറില്ല, അവർ സിസ്റ്റത്തിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല. അപ്പോൾ അതിന് ശേഷം മൈൻഡ് സെറ്റ് ക്ലിയർ ആക്കിയതിന് ശേഷം അവരെ ഒരു ഇൻഡിവിജ്വൽ ഡ്രിവൺ കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പീപ്പിൾ ഡ്രിവൺ കമ്പനിയിൽ നിന്ന് കംപ്ലീറ്റ്ലി ഒരു ഓട്ടോ പൈലറ്റ് ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നത്. ഈ വർഷം ഒരു 1000-ഓളം, കഴിഞ്ഞ ഒരു 1.5-2 വർഷത്തോളമായിട്ട് ചെറിയ ക്രൗഡുകൾക്കാണ് ഞാൻ കോച്ചിങ് കൊടുത്തിരുന്നത്. ഓൾമോസ്റ്റ് 200 ഓൺട്രപ്രണേഴ്സിനെ കിങ്സ് മാസ്റ്റർ മൈൻഡിലൂടെ കോച്ച് ചെയ്ത് ബിഗാസിലേക്ക് എത്തിച്ചു. ഇനി ത്രൂ ഔട്ട് ഓഗസ്റ്റ് 19 കാലിക്കറ്റ് നമ്മളൊരു വർക്ക്ഷോപ്പ് വരുന്നുണ്ട്. അതിൽ സ്റ്റാർട്ട് ചെയ്ത് കൊച്ചിയിലും അത് കഴിഞ്ഞ് തിരുവനന്തപുരത്തും, സെപ്റ്റംബർ 9 തിരുവനന്തപുരത്ത്, സെപ്റ്റംബർ 30 കൊച്ചിയിൽ, അത് കഴിഞ്ഞ് കണ്ണൂർ, അത് കഴിഞ്ഞ് ദുബായ്, ഖത്തർ, ഒമാൻ, സൗദി അറേബ്യ, ഇത്രയും ഏരിയയിൽ നമ്മൾ കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിലൂടെ ഒരു 1000-ഓളം ഓൺട്രപ്രണേഴ്സിന് ഏറ്റവും ചുരുങ്ങിയത് ഈ ഒരു ബില്യണിയർ മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെ ടാർഗറ്റ്. അതിലൂടെ അവരുടെ പേഴ്സണൽ ലൈഫിലെയും ബിസിനസ് ലൈഫിലെയും കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ചെയ്ത് കേരളത്തിൽ ഒരു ഓൺട്രപ്രണർഷിപ്പ് കൾച്ചർ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ലക്ഷ്യം വെക്കുന്നത്. ഹായ്, എൻ്റെ പേര് ഷബീബ്. ഞാനൊരു മാർക്കറ്റിംഗ് കൺസൾട്ടൻ്റാണ്. സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗനൈസേഷൻ്റെ ഫൗണ്ടറാണ്. ഏകദേശം ഒരു 10-14 വർഷമായിട്ട് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരുപാട് കമ്പനികൾക്ക് അതിൻ്റെ ബാക്ക് എൻഡിൽ നിന്നുകൊണ്ടും ഫ്രണ്ട് എൻഡിൽ നിന്നുകൊണ്ടും മാർക്കറ്റിംഗ് കൺസൾട്ടേഷനും ആക്ടിവിറ്റീസും ഡ്രൈവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സ്പെഷ്യലി നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഏതൊരു ബിസിനസ്സിൻ്റെയും ലൈഫ് ബ്ലഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രോഫിറ്റാണ്. പ്രോഫിറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർ വേ ഓഫ് മെത്തേഡിൽ മാർക്കറ്റിംഗ് ചെയ്യണം. എങ്കിൽ മാത്രമേ സെയിൽ കൂടുള്ളൂ. സെയിൽ കൂടിയാൽ മാത്രമേ നമുക്ക് എഫക്റ്റീവായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഓൺട്രപ്രണേഴ്സിനെ സപ്പോർട്ട് ചെയ്യും, അവരുടെ പ്രോഫിറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ള രീതിയിൽ ബാക്കിൽ നിന്നും ഫ്രണ്ട് എൻഡിൽ നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇത്രയും കാലമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ വലിയൊരു സോഷ്യൽ ഗോളുമായിട്ടാണ് സ്കൂൾ എന്ന് പറഞ്ഞ ഓർഗനൈസേഷന് രൂപം നൽകിയിട്ടുള്ളത്. ഇവിടെ ഈ പ്രത്യേകിച്ചും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ, സ്പെഷ്യലി AI കാലഘട്ടമാണ്. AI കൊണ്ടുവരുന്ന ചേഞ്ചസ് ബിസിനസ്സിനെ പല രീതിയിലും എന്ത് ചെയ്യുന്നുണ്ട്, റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ആ റിഫ്ലക്ഷൻസിനനുസരിച്ച് ഈ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് പുതിയ ഒരു ഓൺട്രപ്രണറിയൽ കൾച്ചർ ബിൽഡ് ചെയ്യുകയും അതിനനുസരിച്ചുള്ള പുതിയ ജനറേഷനെ മാനേജ്മെൻറ്റ് രീതിയിലും അതുപോലെ തന്നെ മാർക്കറ്റിങ്ങും സെയിൽസിലൊക്കെ എക്സൽ ചെയ്യാൻ പറ്റുന്ന പുതിയ ജനറേഷനെ പുതിയ പാറ്റേണിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ള ഒരു വലിയ സോഷ്യൽ ഗോളുമായിട്ടാണ് സ്കൂളിന് നമ്മൾ രൂപം നൽകിയിട്ടുള്ളത്. അതിലൂടെ ആയിരക്കണക്കിന് പുതിയ ഓൺട്രപ്രണേഴ്സിനെ ഡെവലപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ സെക്കൻഡ് ലീഡേഴ്സിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഒരു
ഒരു വലിയ വിഷനോട് കൂടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഓക്കെ, ഈ ഒരു സാധാരണ ഞാൻ എന്നെ പരിചയപ്പെടുത്താറില്ല, ഇത് പിന്നെ നമ്മൾ ഹോം പ്രോഗ്രാമാണല്ലോ. സോ ഞാൻ ജാഫർ എടക്കര, ബ്രാൻഡിങ് സ്ട്രാറ്റജിസ്റ്റ്, കോൺസെപ്റ്റ് ഡെവലപ്പർ, പൊസിഷനിങ് കോച്ച് എന്നുള്ള രൂപത്തിലാണ് ഞാനിപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കേരളത്തിൽ നിന്നും 1000 ബ്രാൻഡുകളെ ഗ്ലോബൽ ലെവലിലേക്ക് എത്തിക്കുക എന്നൊരു മിഷനുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഏകദേശം 168 ബ്രാൻഡുകൾ ഇപ്പോൾ നിലവിൽ നമ്മളുടെ ഒരു പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം ഒരു 100 പേരെ ഇത്തരത്തിലൊരു ഗ്ലോബൽ മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവരിക, അവരെ ഒരു ഗ്ലോബൽ ബ്രാൻഡ് സൃഷ്ടിക്കാൻ വേണ്ടി അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വർഷത്തെ എൻ്റെ സോഷ്യൽ ഗോള്. അതിൽ ഏകദേശം 56ഓളം ആളുകൾ ഇപ്പോൾ നമുക്ക് കവറപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കവറപ്പ് ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രോഗ്രാം എന്നുള്ളത് ബി-ടോക്ക് ഷോ എന്നുള്ളത് നമ്മുടെ എൻ്റയർലി ഡിഫറെൻറ്റ് ഒരു ബി-ടോക്ക് TV എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ മാറിയതാണ്. 3 കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ബി-ടോക്ക് ഷോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന്, നമ്മൾ ഓരോരുത്തരും സൊസൈറ്റിയിലേക്ക് കൊടുക്കുന്ന സൊല്യൂഷൻ എന്താണ് എന്നുള്ളത് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കൃത്യമായിട്ട്. എന്താണ് സൊസൈറ്റിയിലുള്ള എന്ത് പെയിനിനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നതെന്ന് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഫേസ് ചെയ്യുന്ന ഓഫ് റെക്കോർഡായിട്ട് നമ്മൾ ചെയ്യുന്ന സംഭവമായിട്ട് അതിവിടെ റെക്കോർഡ് ചെയ്യില്ല, മറിച്ച് നമ്മൾ ഹാർട്ട് ടു ഹാർട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ഒരു കാര്യം, നമ്മൾ ഫേസ് ചെയ്യുന്ന റിയൽ ചലഞ്ച് എന്താണ് എന്നുള്ളത് അത് കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് അത് മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഡിഫറെൻറ്റ് ക്ലസ്റ്റേഴ്സായിട്ടാണ് ഈ ഒരു ടോക്ക് ഷോ നടക്കുന്നത്. അതിൽ മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി നമ്മൾ ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനും നമ്മൾ ഈ സൊല്യൂഷനെ പരമാവധി ആളുകളിലേക്ക് എത്തിക്കാനും ഏതൊരു കൊളാബറേഷനാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ് മൂന്നാമതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഈ 3 കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ എല്ലാ ടോക്ക് ഷോയിലും നമ്മൾ ചെയ്തത്. ഈ ടോക്ക് ഷോയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ലെവൽ 0 മുതൽ ലെവൽ 0 ആണ് ഫസ്റ്റ് ടോക്ക് ഷോയിൽ ഇവിടെ ഒരാൾ വന്ന് പങ്കെടുക്കുന്നത് ലെവൽ 0-ലായിരിക്കും. അത് ലെവൽ 1 മുതൽ മുകളിലേക്ക് അങ്ങ് പോകും. ഈ മുകളിലേക്ക് പോകും തോറും പർപ്പസ്ഫുൾ ആയിരിക്കും ആ ടോക്ക് ഷോ എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു പർപ്പസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ ടോക്ക് ഷോ മുന്നോട്ട് പോവുക. മാത്രമല്ല ലെവൽ 0-ൽ ഇരുന്ന ആളുകളായിരിക്കില്ല ലെവൽ 1-ൽ വരിക. അത് അവരിവിടെ എന്താണോ അവർക്ക് വേണ്ട നീഡ് പറയുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അടുത്ത ടോക്ക് ഷോയിൽ അവർക്ക് സീറ്റിംഗ്. അവർക്ക് ആരുടെ ഒപ്പമാണ് അവർ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞു. എൻ്റെ പേഴ്സണൽ ഉദ്ദേശം എന്താ വെച്ചാൽ, ഞാൻ ഏകദേശം ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഒരു 12 വർഷങ്ങളായിട്ട് ഡയറക്റ്റ്ലി നമ്മൾ മീറ്റ് ചെയ്ത അല്ലെങ്കിൽ കണക്ട് ചെയ്ത 1000-ഓളം ആൾക്കാരുണ്ട്. അതൊക്കെ മിക്കവാറും ഒരു 1 ടൈം കണക്ഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മളവരെ കാണുക, അല്ലെങ്കിൽ പ്രോഗ്രാമിൽ ഇൻവൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് കുറച്ച് കാലം നമ്മൾ കൂടെ ഉണ്ടാവുക, ഇങ്ങനെയൊക്കെ ചെയ്ത കുറേ ആൾക്കാരുണ്ട്. ഇപ്പം BNI ആണെങ്കിലും നമ്മൾ അല്ലാത്ത കുറേ ഓർഗനൈസേഷൻസ് നമ്മൾ കണക്ട് ചെയ്തതിൽ കുറേ ഒരു സിമ്പിൾ ഒരു ഷോർട്ട് ടേം കണക്ഷൻസ് ഉണ്ട്. ഇവരെയൊക്കെ ഒന്നുകൂടി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഉദ്ദേശം. ഇതേപോലെ ഇരുന്നിട്ട് ഒന്നുകൂടി ഒന്ന് സ്വൈര്യമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. അതാണ് ഒരു പർപ്പസ്. മറ്റൊരു പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും സൊല്യൂഷൻസ് എന്താണെന്ന് തിരിച്ചറിയുക, കറക്റ്റായിട്ട് അത് അവർക്ക് പറയാനുള്ളൊരു അവസരം ഓപ്പൺ ചെയ്ത് കൊടുക്കുക. മൂന്നാമതൊരു വിഷയം എന്ന് പറഞ്ഞാൽ അവർ അനുഭവിക്കുന്ന റിയൽ ചലഞ്ച് എന്താണെന്നുള്ളത് ഓഫ് റെക്കോർഡ്, ഇതിൽ റെക്കോർഡ് ചെയ്യില്ല, ഓഫ് റെക്കോർഡിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് ഒന്ന് ചർച്ച ചെയ്യാനുള്ള അവസരം കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് ആരെയാണ് കൊളാബറേറ്റ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നത്, ആ കൊളാബറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആരാന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക, അവരോട് തന്നെ ചോദിക്കുക. അങ്ങനെ 3 സെഗ്മെൻറ്റാണ്. അതിൽ ഒന്നാമത്തെ സെഗ്മെൻറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളെ സമയം അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലിമിറ്റ് ചെയ്ത് നമുക്ക് സംസാരിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ സമയം ചുരുക്കുകയാണ്. നമുക്ക് 20 മിനിറ്റ് സമയമുള്ളത്. ഇനി ഇതിൻ്റെ കൺക്ലൂഷനിൽ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി പറയാം. എനിക്ക് തോന്നുന്നു മുജീബ് സാറിലേക്കാണ് വരുന്നത്. സോ നമുക്ക് ടോപ്പിക് ഇതാണ്. നമുക്ക് എന്ത് സൊസൈറ്റി, മുജീബ് സാർ എന്നുള്ള വ്യക്തി കുറേ കാലമായിട്ട് സൊസൈറ്റിയിൽ സംതിങ് എന്തോ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് ഈ ഒരു ഓർഡറിൽ വേണമെങ്കിലും പറയാം. നിങ്ങൾക്ക് സംസാരിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അതിൽ കുറച്ച് പോയിന്റുകൾ ഇട്ടത്. അപ്പം പോയിന്റുകളുള്ളതുകൊണ്ടും ഓവറിൽ സംസാരം നീണ്ടുപോകണ്ട എങ്കിൽ നമുക്ക് പിടിക്കുകയും വേണം. ഒന്നാമത്തെ കാര്യം, നമ്മൾ പ്രോബ്ലം എന്താണ്, ഏത് ആൾക്കാർക്കാണ് കൊടുക്കുന്നത്, ഞാൻ ഡീറ്റെയിൽ ചെയ്യുന്നില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ മുജീബ് സാർ എന്ത് സൊല്യൂഷനാണ് സൊസൈറ്റിയിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഏത് പ്രോബ്ലത്തിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? ഓക്കെ, ഞാൻ 2012 മുതൽ 2005 മുതൽ ഞാൻ ഓൺട്രപ്രണർഷിപ്പിലുണ്ട്. 2012 മുതൽ ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ 2005 മുതൽ 2010 വരെ ഞാനൊരു മാനേജ്മെൻറ്റ് ലെവലിലാണ് വർക്ക് ചെയ്ത്. 2009 ഞാൻ ഓൺട്രപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2009 മുതൽ 2015 വരെ ഞാനൊരു ചക്രവ്യൂഹത്തിലായിരുന്നു.
ഞാൻ തന്നെയായിരുന്നു ചീഫും, ഞാൻ തന്നെയായിരുന്നു ചീപ്പും. അപ്പോൾ ആ ഒരു പെയിൻ പോയിന്റ് ഞാൻ ശരിക്ക് ഫേസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെയാണ് ഞാൻ 2012 നമ്മൾ ഐഡിയ ഫാക്ടറി CCD കൺസോർഷ്യം ഫോം ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഓൺടർപ്രണേഴ്സിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ സാധിക്കുകയും ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, ബിസിനസ് എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏത് ബിസിനസ് എടുത്തു നോക്കി കഴിഞ്ഞാൽ 6 സ്റ്റേജുകളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. സ്ട്രഗിളിങ്, സർവൈവൽ, സ്റ്റെബിലിറ്റി, സക്സസ്, ദെൻ സ്കെയിലബിൾ ആൻഡ് സെയിലബിൾ. പക്ഷേ 90% ബിസിനസ്സുകാരും ഫസ്റ്റ് ഗിയറിലോ സെക്കൻഡ് ഗിയറിലോ തേർഡ് ഗിയറിലോ ആണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഇന്ന് എനിക്ക് BNI ടോക്ക് ഉണ്ടായിരുന്നു, കഴിഞ്ഞ വെള്ളിയാഴ്ച BNI ടോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെയൊക്കെ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ 90% ഓൺടർപ്രണേഴ്സും ഈതർ ഫസ്റ്റ് ഗിയറിലോ അല്ലെങ്കിൽ സെക്കൻഡ് ഗിയറിലോ അല്ലെങ്കിൽ തേർഡ് ഗിയറിലോ ആണ്. അവിടുന്ന് അവർക്ക് അപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ഞാൻ കോവിഡ് സമയത്ത് 150 ഓൺടർപ്രണേഴ്സിനെ ഓൺലൈനിലും ഒരു 50 ഓൺടർപ്രണേഴ്സിനെ ഓഫ്ലൈനിലും ഞാൻ കോച്ച് ചെയ്തു. ആ കോച്ച് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായി ഇവർ ഗിയർ ഷിഫ്റ്റ് ചെയ്യാതെക്കാനുള്ള 2 കാരണങ്ങളാണ്. കാരണം ഇവർ താഴോട്ട് നോക്കിയിട്ടാണ് നടക്കുന്നത്. ഇവർക്ക് വിഷൻ ഇല്ല, ലോങ് ടൈം വിഷൻ ഇല്ല, സ്ട്രാറ്റജി ഇല്ല, അവർക്ക് പിന്നെ ഒരു ബിഗ് ഹെയറി ഓഡീഷ്യസ് ഗോൾ ഇല്ല, ഒരു ബില്യണിയർ മൈൻഡ് സെറ്റ് ഇല്ല, ഒരു റിച്ച് മൈൻഡ് സെറ്റ് ഇല്ല, ഒരു കിങ് മൈൻഡ് സെറ്റ് ഇല്ല എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞെങ്കിലും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ആക്ച്വലി ഞാൻ ബിസിനസ് കോച്ചിങ്ങിലായിരുന്നു ഞാൻ ഫോക്കസ് ചെയ്തിരുന്നത്. ഞാൻ സിസ്റ്റം ഡ്രിവൺ ചെയ്യുന്നു. അപ്പോൾ സിസ്റ്റം ഉണ്ടാക്കുന്നതിന് മുമ്പ് ആദ്യം അവർക്ക് ഒരു മൈൻഡ് സെറ്റിലാണ്, ഫിക്സഡ് മൈൻഡ് സെറ്റിലാണ് മിക്ക ആളുകളും ഉള്ളത് എന്ന് മനസ്സിലാക്കി. അപ്പോൾ ആ ഫിക്സഡ് മൈൻഡ് സെറ്റിൽ നിന്ന് അവരെ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക്, അതായത് ഒരു ബില്യണിയർ മൈൻഡ് സെറ്റിലേക്ക്, ഒരു റിച്ച് മൈൻഡ് സെറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു അത് ചെയ്താൽ മാത്രമാണ് ആ ഒരു സിസ്റ്റത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ അതിന് ഇപ്പോൾ ആ 2 പ്രോബ്ലമാണ് ഓൺടർപ്രണേഴ്സ് ഫേസ് ചെയ്യുന്ന 2 പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനാണ് എൻ്റെ 2 പ്രോഡക്ട്സ്.